എന്താ നോക്കി നിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെന്താ ഇരിക്കുന്നത്? നീ എന്തെന്നെ കളിയാക്കാണോ? നീ എടുത്ത ബിസിനസ് പ്രോജക്റ്റ് നീ എന്തായാലും വിജയകരമായി പൂർത്തിയാക്കിയല്ലോ. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടടക്കാം. അതിന്റെ അഹങ്കാരാണോ ഇപ്പൊ ഈ ചോദ്യത്തിന് മുന്നിൽ കാണിക്കുന്നത്? ബിസിനസ്സിൽ ഞാൻ ജയിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് പറഞ്ഞ് ഞാനെന്തായാലും നിന്നെ കളിയാക്കുന്നത്? നീ എന്റെ ജീവിതത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നീ വീണ്ടും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ പൊട്ടനാണെന്നാണ് നീ കരുതി വെച്ചിരിക്കുന്നത്? നീയും ഭാവിയും തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയാവുന്നതാ. അവളന്ന് യാമിയുടെ ഒപ്പം ആയിരുന്നില്ല, യാമിയുടെ വീട്ടിലായിരുന്നില്ല, നിന്റെ ഒപ്പമായിരുന്നു. എന്ത്? നീ എന്താ ഈ പറയുന്നേ? നീ തേജിന് പിന്നാലെ ഡിഗ്നിറ്റീവിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? നിനക്കിത് എന്തിന്റെ കേടാ? ഇത് പൊസസീവ്നെസ്സല്ലോ, ഒരു ഒബ്സഷനോ? നിനക്ക് ഭ്രാന്താണോടാ? നിനക്ക് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ തേജുവിന്റെ സേഫ്റ്റി എനിക്ക് മുഖ്യം. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവളുടെ ലൈഫിൽ, അതുകൊണ്ടാ. എന്ത് രഹസ്യമുള്ളത്? ഞാൻ തേജുവിന്റെ ഭർത്താവാ, അവളുടെ കഴുത്തിൽ താലി കിട്ടിയ ആള്. എനിക്കും അറിയണം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന്. എന്തിനാ എന്നോട് ഒളിച്ചു വെക്കുന്നേ? എടാ, തേജുവിനെ കൊല്ലാൻ നടക്കുന്നുണ്ട് ഒരുപാട് പേര്. അവളുടെ ജീവൻ ആപത്തുണ്ട്. നീ എന്താ ഈ പറയുന്നേ? തേജുവിന് ആര് കൊല്ലാൻ നടക്കുന്നെന്നാ? എന്താ ഉണ്ടായത്? വേറെ ആരുമില്ല, എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാ അവളെ കൊല്ലാൻ നടക്കുന്നത്. എൻ്റെ അമ്മയെ കൊന്ന ആ ആള്. അമ്മയുടെ സ്വത്തിന് അവളുടെ പേരിലാണ്, അതിനു വേണ്ടിയാ എൻ്റെ അച്ഛൻ തന്നെ അവളെ കൊല്ലാൻ നോക്കുന്നു. അതിന് അങ്കിൾ മരിച്ചില്ലേ? പിന്നെ എങ്ങനെയാടാ? അയാൾ മരിച്ചിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെയുണ്ട്. എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന് മാത്രം. എനിക്കറിയാം നീ എൻ്റെ പെങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എൻ്റെ കൂടെ ഉണ്ടാവില്ല നീ അവളെ രക്ഷിക്കാൻ. ഉണ്ടാവില്ല. എൻ്റെ തേജിന് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാ. ഞാനുണ്ട് നിന്റെ കൂടെ. അവളെ ഒരുത്തം പോലും തൊടില്ല. ഇത് എന്റെ വാക്കാ നിനക്ക്. കുക്കി, റിജു, ഈ രണ്ടിത് എവിടെ പോയി കിടക്കുക? ആഹാ, ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നോ? രണ്ടാളും പിണക്കണ്ടായിരുന്നോ? രണ്ടുപേരും വന്നേ, വല്ലതും കഴിക്കട്ടെ രണ്ടാൾക്കും. ഈ അമ്മായിക്ക് ഇതെന്താ? ഞങ്ങൾ തമ്മിലൊരു പിണക്കില്ല അല്ലേ എനിക്ക്? പിന്നെ അല്ലാതെ. കേട്ടില്ല അമ്മായി? മര്യാദയ്ക്ക് അവിടെ നിന്നോ, നിക്കണേ അവിടെ. ഞാൻ നിക്കൂല, ഒന്ന് പോടേ. ഈ രണ്ടും കൂടി എന്താ ഓടിപ്പിടുത്തം കളിക്കാനോ? എടി യാമി, തേയോ, നിങ്ങൾ രണ്ടുപേരും എന്താ വല്ല ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇവിടേക്ക് ഓടി. ഓടി മത്സരമൊന്നല്ല, അവളോട് എന്റെ സാധനം എടുത്ത് തരാൻ പറഞ്ഞേ. ഞാൻ അവളുടെ അടുത്ത് മിണ്ടത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്. യാമി കൊച്ചേ, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഊസി അടിക്കുന്നൂടി. എന്ത് സാധനത്തിന്റെ കാര്യം പറയുന്നേ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടാണോ പടി കൂടുന്നത്, അതോ നാത്തുമാരായിട്ടാണോ? ഇവളെ എന്റെ നാത്തൂനായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. എന്റെ ഏട്ടൻ ഞാൻ നിന്നെ കൊണ്ട് കെട്ടിക്കില്ലേ? വേണ്ടടി, അങ്ങേരെ എന്റെ കഴുത്തിൽ താലി കെട്ടിക്കോളൂ. നീ കെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഷെയർ ഇട്ട് മേടിച്ച സാധനം. ഇതിന്റെ പകുതി എനിക്ക് തരാഞ്ഞിട്ട് നീ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ എടുത്തോണ്ട് പോകുന്നത്. നിനക്ക് അങ്ങനെ തരാൻ ഉദ്ദേശിച്ചില്ലടി. നീ മര്യാദയ്ക്ക് അതെന്റെ കയ്യിൽ തന്നോ? ഇല്ലെങ്കിണ്ടല്ലോ നീ വിവരം അറിയും. എന്താ നീ വിവരം ഒന്ന് അറിയിച്ചാടി? ഞാൻ തരുന്നില്ലടി. എനിക്ക് താടി വിടടി എന്നെ. ഞാൻ തരില്ലെന്നല്ലേ പറഞ്ഞേ. എന്നെ മര്യാദയ്ക്ക് വിട്ടിട്ട് ഞാൻ തിരിച്ചടി. ഇവിടെ പോകുന്നടി തേജു, നിക്കടി. എന്നെ അടിച്ചിട്ട് നീ പോകുന്നു. നിനക്ക് കണ്ണില്ലേ കാണാൻ എന്താ നടക്കുന്നതെന്ന്? കോളേജിലെ എല്ലാ പിള്ളേരും അവരെ തന്നെ നോക്കുന്നത്. പിടിച്ചു മാറ്റ്. എന്താ പറ്റിയത്? അത് ഇവര് തമ്മിൽ അടിയാണ്. അത് നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നതാ, പക്ഷെ ഞങ്ങൾ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്താ ഉണ്ടായി? ഐ ഡോണ്ട് നോ ബ്രദേഴ്സ്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രണ്ടും കൂടി അടി തുടങ്ങിയിട്ട് കുറെ നേരമായി. ഏതോ ഒരു സാധനം, എന്ത് സാധനം പോലും അറിയാം. ഞാൻ തരില്ലെന്ന് പറഞ്ഞു വിടടി എന്നെ. വിടാ ഇടി തന്നാലും മതി. താടി രണ്ടും കൂടി എന്തായി കാട്ടിക്കൂട്ടിക്കണേ? ഇതെന്താ വല്ല ചന്തയാണെന്ന് വിചാരിച്ചിട്ടാണോ ഈ അടി ഉണ്ടാക്കിയത്? രണ്ടിന്റെ കോലം കണ്ടില്ലേ? എന്താ പ്രശ്നം? ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും ഇവളൊരൊറ്റ ഒരുത്തി കാരണം. ഇവളല്ല പ്രശ്നം. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? നീയല്ലേ വാക്ക് തെറ്റിച്ചത്. നീയാണ് തെറ്റ് ചെയ്തത്. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? മര്യാദയ്ക്ക് കാര്യം എന്താന്ന് പറഞ്ഞില്ലേണ്ടല്ലോ. രണ്ടിനും കൂടി വല്ല തോട്ടിക്കൊണ്ട് മുക്കുഞ്ഞാൻ. എന്താണ് ഈ പ്രശ്നം? ഞങ്ങളുടെ കടയിൽ കയറി ഷെയർ ഇട്ടിട്ട് സാധനം മേടിച്ചു. അത് ഒറ്റയ്ക്ക് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അയ്യടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് അത് ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നീ എടുത്തോണ്ട് പോയത്.
അയ്യോ, 1 മിനിറ്റ്. അതെ, രണ്ടും കൂടി എന്ത് സാധനത്തിന്റെ കാര്യം പറയുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്താക്കി തരുമോ? കിൻഡർ ജോയ്. അയ്യേ, കിൻഡർ ജോയ്ക്ക് വേണ്ടിയാണ് ഈ രണ്ടെണ്ണം കൂടി. കുക്കി, രണ്ടിനും എടുത്തോണ്ട് വന്നാ അതന്നെ നല്ലത്.